ഞാനൊരു കാര്യം പറയാൻ വന്നത്, പറയുന്നത് തെറ്റാണെങ്കിൽ അടിയൻ്റെ കൂടെ ക്ഷമിക്കണം. ഞാനിത് പറയാൻ കാരണം, ഞാനാണെങ്കിൽ ഒന്ന് പണ്ടല്ല, ഞാൻ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഹിന്ദു അല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കോവിലത്തെ അന്നദാനമൊക്കെ കഴിക്കും. അപ്പോൾ അന്നദാനം ഒന്ന് ഭക്തജനങ്ങളോടി വരിക. ഇവിടെ ചാമുണ്ടിയിലാണെങ്കിൽ ഇവിടെ ഞങ്ങൾ അടുത്ത് തന്നെ. അപ്പം എനിക്ക് പോകുമ്പോൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആരെങ്കിലും വല്ലതും പറയൂ ഇത് പറഞ്ഞിട്ട് വയ്ക്കരുത്. എന്നിട്ട് ചിലർ പറയും പള്ളിക്കാരെന്തിന് ഇവിടെ വരണത് എന്നൊക്കെ പറയും. അത് വേറെ വശം. അങ്ങനെ ചിലർ ഇപ്പം അങ്ങനെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. അഥവാ ഇപ്പം പറഞ്ഞാൽ തന്നെ അതിൻ്റെ മറുപടി എനിക്ക് പറയാൻ അറിയാം. അതവിടെ നിൽക്കട്ടെ. അതുപോലെ ഓരോ ആൾക്കാർ, അതുകൊണ്ടായിരിക്കും ചിലർ മുസ്ലിങ്ങൾക്കും ഇതുപോലെ എന്നെ പോലെ ആയിരിക്കും, അവർക്കും അങ്ങനത്തെ ആഗ്രഹം കാണും. ആ കോവിലിൽ ക്ഷേത്രത്തിൽ ചെന്ന് കഴിക്കാം. അപ്പോൾ അറിയാമെന്നുള്ള വ്യക്തികൾ കാണും. അവർ പറയും വെറുതെ എന്തിനു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വരാത്ത ആൾക്കാരുണ്ട്. അതുപോലെയായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കിതറിയാം. അപ്പം നമ്മളൊരു അന്നദാനം കൊടുക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു നല്ല കാര്യത്തിന് വേണ്ടി, അതെന്തിനു കൊണ്ട് കൊടുക്കുന്നത്? നമ്മൾ സന്തോഷം കൊണ്ടാണ് കൊടുക്കുന്നത്. സന്തോഷം കൊണ്ട് അത് ദൈവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അപ്പോഴും ഇത് ഇപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഗ്യാസൊന്നും ഇല്ല. ഇപ്പോൾ കടകളൊക്കെ അടച്ചു പൂട്ടിയിട്ടിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഫുഡിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പം ജോലിക്ക് പോയിട്ടവർ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട്, അപ്പം നമ്മൾ അപ്പോഴായിരിക്കും ഇങ്ങനെ കേൾക്കണത്, അന്നദാനം നടക്കുകയാണ്, ഭക്തജനങ്ങൾ വരണമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ അങ്ങ് പോവും. സന്തോഷിച്ചടാ അപ്പോൾ ഇവിടെ കോവിലുണ്ട്, അവിടെ അന്നദാനം ഉണ്ട്, നമുക്ക് പോയി കഴിച്ചിട്ട് വരാം. പക്ഷേ അവിടെ അവർ സന്തോഷത്തോടെ പോകുമ്പം അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ കാണും. അവർക്ക് ഒരു ഇതായിരിക്കും, ദൈവത്തിൻ്റെ നടയിലുള്ള ആഹാരം കഴിക്കണമെന്ന്. അപ്പോൾ ഏത് മതത്തിലുള്ളവർക്കും അങ്ങനത്തെ ഒരു ആഗ്രഹം കാണും. എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവർ വരുമ്പോൾ ഈ ചില ആൾക്കാരുണ്ട്, നിങ്ങൾ ഇത്രയും ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ആവശ്യത്തിനെടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ബാക്കി പറഞ്ഞവർ കാണും. എന്തായാലും ഒരു 3 മണി വരെയെങ്കിലും കൊടുക്കണ്ടേ? അപ്പം ഈ വിളമ്പാൻ നിൽക്കുന്നവർ അവർ അങ്ങിട്ടിട്ട് പോകും. അപ്പോൾ അവർക്ക് വിളമ്പണ്ടല്ല, എന്തരായിക്കൊണ്ട് പോട്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല, അതൊരു ചടങ്ങാണ്, മനസ്സിലായില്ലേ? അപ്പോഴും ഈ ആൾക്കാർ അന്നദാനം കൊടുക്കണം എന്തിനാണ്? ഒരു പുണ്യത്തിന് വേണ്ടിയാണ്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ എവിടെയാണ് പുണ്യം കിട്ടുന്നത്? എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് വിഷയമല്ല. എനിക്ക് ഈ ഫുഡൊക്കെ കളയണ കാണുമ്പോഴേ അപ്പോൾ ഭയങ്കര ഇതാണ്. പിന്നീട് ഈ വരണ ഒരു ആഹാരം കഴിക്കാതൊക്കെ പോകുമല്ലോ. അപ്പോഴെനിക്ക് ഭയങ്കര വിഷമം.